വക്കം എന്ന പേര് അരനൂറ്റാണ്ടോളം നെഞ്ചിലേറ്റിയ വക്കം. വക്കം എന്ന നാമധേയം കേരളീയ സമൂഹത്തിൽ അരനൂറ്റാണ്ടോളം സജീവമാക്കി നിർത്തിയ വ്യക്തിയാണ് ശ്രീ വക്കം പുരുഷോത്തമൻ. വക്കത്തെ പ്രബല കുടുംബമായ കടയിൽ വിളാകത്ത് ഭാനുപണിക്കരുടെയും ഭവാനിയുടെയും മകനായി ജനിച്ച വക്കം ബി പുരുഷോത്തമൻ 1952 RSP പ്രതിനിധിയായിട്ടാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. വക്കം പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പായിരുന്നു അത്. രാഷ്ട്രീയ ജ്ഞാനവും പക്വതയുമുണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അദ്ദേഹം അംഗമായിരുന്നില്ല. എന്നാൽ എല്ലാ പാർട്ടികളിലെയും നേതാക്കളുമായി അദ്ദേഹത്തിന് വലിയ സൗഹൃദമുണ്ടായിരുന്നു. വർക്കല രാധാകൃഷ്ണൻ, കെ ബാലകൃഷ്ണൻ, കെ അനിരുദ്ധൻ, എൻ ശ്രീകണ്ഠൻ നായർ എന്നിവർ അതിൽ ചിലർ മാത്രമാണ്. കെ ബാലകൃഷ്ണൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് അദ്ദേഹം മത്സരിച്ചത്. ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് ചെലവ് സ്വയം വഹിക്കാൻ കഴിവുള്ള മികച്ച സ്ഥാനാർത്ഥിയെ ആർ ശങ്കർ തിരഞ്ഞെടുത്തപ്പോൾ കണ്ടെത്തിയതാണ് വക്കം പുരുഷോത്തമനെ. കേരള കൗമുദി പത്രാധിപർ കെ സുകുമാരൻ വഴിയുള്ള സമ്മർദ്ദവും മത്സര രംഗത്തിറങ്ങാൻ പ്രേരണയായി. 1967 അസംബ്ലിയിലേക്കുള്ള ആദ്യ മത്സരം. ഇതിൽ തോറ്റെങ്കിലും വൈകാതെ തിരുവനന്തപുരം DCC പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടെ 4 അണ മെമ്പർഷിപ്പ് ഇല്ലാത്തയാൾ DCC പ്രസിഡന്റായെന്ന ആക്ഷേപവും ഉണ്ടായി. പേരിൽ വക്കം ഉള്ളതുകൊണ്ട് തന്നെ വക്കം നിവാസികൾക്ക് ഇദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ എന്നും അഭിമാനം പകർന്നിരുന്നു. അഭിഭാഷകനായി പ്രവർത്തിച്ചു തുടങ്ങിയത് മുതലാണ് താമസം തലസ്ഥാനത്തേക്ക് മാറ്റിയത്. എങ്കിലും വക്കത്തുകാരുമായുള്ള ഹൃദയബന്ധം മരിക്കുന്നതുവരെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. അന്തരിച്ച മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന ശ്രീ വക്കം ബി പുരുഷോത്തമൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ആറ്റിങ്ങലിൽ പ്രത്യേകമൊരുക്കിയ മണ്ഡപത്തിലും തുടർന്ന് വക്കം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹം വക്കത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിച്ചത്. രാഷ്ട്രീയത്തിൽ അരനൂറ്റാണ്ടിലേറെ പരിചയസമ്പത്തുണ്ടായിരുന്ന ശ്രീ വക്കം ബി പുരുഷോത്തമനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ രാഷ്ട്രീയ, മത, കലാ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിലുള്ളവർ രാവിലെ തന്നെ എത്തിയിരുന്നു. സ്വന്തം നാടിനു വേണ്ടി അദ്ദേഹം ചെയ്ത തുല്യതയില്ലാത്ത സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. അനുശോചന സൂചകമായി വക്കത്തെ എല്ലാ കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് വക്കം പുരുഷോത്തമൻ്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെ വക്കത്തെ കടയിൽ വിളാകത്ത് വീട്ടുവളപ്പിൽ പിതാവ് ഭാനുപണിക്കരുടെയും മാതാവിൻ്റെയും കല്ലറകൾക്ക് സമീപമാണ് മുൻ ഗവർണറും മുൻ സ്പീക്കറും മുൻ മന്ത്രിയും മുൻ MP-യും മുൻ DCC പ്രസിഡന്റും മുൻ KPCC ഭാരവാഹിയും ആറ്റിങ്ങലിൻ്റെ പ്രിയപ്പെട്ട നേതാവും ജനകീയനുമായ ശ്രീ വക്കം ജി എന്ന കരുത്തനായ വക്കം ബി പുരുഷോത്തമൻ്റെ മൃതദേഹം സംസ്കരിച്ചത്. മകൻ ബിനു പുരുഷോത്തമനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആയിരങ്ങളാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒന്ന് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായി തടിച്ചുകൂടിയത്.
പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ, NCP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PC ചാക്കോ, മുൻ മന്ത്രി ശ്രീ M. വിജയകുമാർ, മന്ത്രി ശ്രീ K. കൃഷ്ണൻകുട്ടി, മുൻ സ്പീക്കർ ശ്രീ VM. സുധീരൻ, മുൻ മന്ത്രിമാരായ ശ്രീ നീലലോഹിതദാസൻ നാടാർ, ശ്രീ MM. ഹസൻ, ശ്രീ അടൂർ പ്രകാശ് MP, ശ്രീമതി OS. അംബിക MLA, ശ്രീ വർക്കല കഹാർ, ശ്രീ ചാണ്ടി ഉമ്മൻ, ശ്രീ ആറ്റിങ്ങൽ സുഗുണൻ, LDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ശ്രീ ഫിറോസ് ലാൽ, NCP ജില്ലാ പ്രസിഡന്റ് ശ്രീ ആറ്റുകാൽ അജി, NCP നേതാവ് ശ്രീ K. ഷാജി, കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് V. ജയകുമാർ, ശ്രീ P. ഉണ്ണികൃഷ്ണൻ, ശ്രീ നഗരൂർ ഇബ്രാഹിം കുട്ടി, ശ്രീ N. സുദർശനൻ, ശ്രീ അമ്പി രാജ, ശ്രീ VS. അജിത് കുമാർ, ശ്രീ PV. ജോയി, ശ്രീ ആറ്റിങ്ങൽ സുരേഷ്, ശ്രീ ആറ്റിങ്ങൽ സതീഷ്, ശ്രീ ആസാദ് ചന്ദ്രൻ, ശ്രീ ശ്രീരംഗൻ, ശ്രീ ആലംകോട് അഷ്റഫ്, വാർത്താ വിളംബരം മാനേജിംഗ് എഡിറ്റർ ശ്രീ K. ശ്രീവത്സൻ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ശ്രീ പന്തളം സുധാകരൻ, ശ്രീമതി ബിന്ദു കൃഷ്ണ തുടങ്ങിയവരൊക്കെ വക്കത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഇന്ന് വീട്ടിലെത്തിയിരുന്നു. ഷിബു എമിൻ, ന്യൂസ് ഡെസ്ക്, വക്കം മീഡിയ.